നമസ്കാരം. ശശികലയുടെ ഗതി ആർക്കും കൊടുക്കരുതേ എന്നാണ് എനിക്ക് ആമുഖമായി പ്രാർത്ഥിക്കാനുള്ളത്. ശശികല ഇന്നലെ ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ പൗരനാണ്, അദ്ദേഹത്തിന് പാസ്പോർട്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലത്രേ. കാരണം അദ്ദേഹത്തിന്റെ ബ്ലഡ് മറ്റെന്തോ തരം ബ്ലഡാണ്. അദ്ദേഹത്തെ ഒരിക്കലും അങ്ങനെ മുഖ്യമന്ത്രിയായി കാണാൻ കഴിയില്ല. സംഗതി ആൾ ഇന്ത്യൻ പൗരൻ തന്നെയാണ്, അദ്ദേഹത്തിന് പാസ്പോർട്ടും അതുപോലെ തന്നെ ആധാർ കാർഡും ഒക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ശശികല പറയുന്നത്. ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിവിടെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ശശികല നടത്തുന്ന ഈ പരാമർശങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു പഴമൊഴിയാണ് ഓർമ്മ വരുന്നത്. അതായത് ശശികല എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളം ഭരിക്കും, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ആര് മുഖ്യമന്ത്രി ആയാലും ആയില്ലെങ്കിലും കേരളം ഭരിക്കുന്ന ആ മുന്നണിയുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടെ പറയുന്നതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർ പറയുന്നതനുസരിച്ച്, ലീഗ് എന്ന് പറയുന്ന പാർട്ടി പറയുന്നതനുസരിച്ച് തന്നെയായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാരിന്റെ ഒരു ഭരണം മുസ്ലിം ലീഗിനെ കൂടെ കേട്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനൊക്കെ കൃത്യമായ ഒരു പങ്കുണ്ടായിരിക്കും. കാരണം ഘടകകക്ഷികളെ കേൾക്കണം എന്നൊരു അഭിപ്രായം ഇവിടെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു. ആ അഭിപ്രായം പറഞ്ഞതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലെത്തിയ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഘടകകക്ഷി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ വിളിച്ചു, അഭിപ്രായം കേട്ടു. എന്തായാലും ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ തീരുമാനത്തെക്കുറിച്ച് മുസ്ലിം ലീഗുമായി ചർച്ച നടത്തും എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിലല്ല. മുസ്ലിം ലീഗിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡിന് ആ കാര്യങ്ങളൊക്കെ വയനാട് MP പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ആ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ പവർ എന്താണ്, അവരുടെ ഒരു ശക്തി എന്താണ്, കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി എന്താണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. UDF ഇവിടെ വലിയ ലീഡ് കൊടുത്ത ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 85,327 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ തുടർന്നു വന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം 6ഓളം ആളുകൾ അത് മലപ്പുറം ജില്ലയിൽ നിന്നും വിജയിച്ചു വന്ന ആളുകളാണ്. കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഇവിടെ മലപ്പുറം ജില്ലയിൽ കിട്ടിയിട്ടുള്ള ഒരു ഭൂരിപക്ഷം UDF വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പവർ എന്താണ്, ശക്തി എന്താണ്, വയനാട് മണ്ഡലത്തിലെ ശക്തി എന്താണ് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി ഇവിടെ ഹൈക്കമാൻഡിനെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഹൈക്കമാൻഡിന് അറിയുന്ന കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് ശശികല ഇവിടെ വെറുതെ കിടന്ന് മെഴുകുന്നത്. അതായത് കുഞ്ഞാലിക്കുട്ടി ആള് ഇന്ത്യൻ പൗരൻ തന്നെ, പക്ഷേ മുഖ്യമന്ത്രിയാകാനൊന്നും കൊള്ളില്ല, അദ്ദേഹത്തിന്റെ ബ്ലഡ് അത് മറ്റെന്തോ ബ്ലഡാണ്, അത് വേറെ ചില ആളുകളുടെ ബ്ലഡാണ്, അത് ഭാരതീയന്റെ ബ്ലഡ് അല്ല, അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നാണ് ശശികല പറയുന്നത്. എന്തായാലും ശശികല ഒരു കാര്യം മനസ്സിലാക്കുക, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരിക്കും, മുസ്ലിം ലീഗ് കേരളം ഭരിക്കും. ശശികല എന്താണ് പറയുന്നത്, ഭരണകർത്താക്കൾ പറയുന്നത് അനുസരിച്ച് അനുസരണയുള്ള ഒരു കുട്ടി എന്നുള്ള നിലക്ക് അതിലപ്പുറം ശശികലക്ക് ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ശശികലയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളെയും ഇവിടെ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിർത്തി മുന്നിലേക്ക് കൊണ്ടുവരാൻ ശശികലക്ക് കഴിയില്ല. ആ ഒരു വിഷമം ഇതൊക്കെ പറയുമ്പോൾ ശശികലയുടെ മുഖത്ത് നന്നായി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ലീഗിന്റെ പ്രാധാന്യം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ലീഗിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം ശശികലക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് അവർ നിരാശരാണ് എന്നുള്ളത് കൊണ്ട് അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആ തെരുവിലിറങ്ങിയ ആളുകൾ അവരെന്താണോ ആഗ്രഹിച്ചത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാകാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾ ഏറെക്കുറെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. എന്തായാലും ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ചില ആളുകൾക്കൊന്നും അത്ര പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ VD സതീശനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ VD സതീശന്റെ പേര് കേൾക്കുമ്പോൾ ചില അസ്വസ്ഥതകളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആളുകളെ VD സതീശൻ ഒരു കാലത്തും അവരെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കാന്തപുരം AP വിഭാഗത്തിന്റെ മുസ്ലിം ജമാഅത്തിന്റെ ഒരു കേരള യാത്ര
ഈ കഴിഞ്ഞ സമയത്ത് നടന്നു. ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ട അതിന്റെ സമാപനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് വി ഡി സതീശൻ ഒരു പ്രസംഗം നടത്തി. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോയതും പിന്നീട് ഷോളനീച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് വി ഡി സതീശൻ വെട്ടിത്തുറന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ ചില ആളുകളുണ്ടല്ലോ, അതായത് എവിടെയും അവർക്ക് അഭിപ്രായം പറയുക, അവിടെ കാര്യം അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, അതുപോലെ തന്നെ സുകുമാരൻ നായർ, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഒരിക്കലും അവരെ അടുപ്പിക്കാത്ത, അവരോടൊക്കെ നിലപാട് വളരെ കൃത്യമായി പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു വി ഡി സതീശൻ. എന്തായാലും അത്തരക്കാരെ അങ്ങ് മാറ്റി നിർത്താൻ തീരുമാനിച്ച് നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോയതിന്റെ പേരിലാണോ വി ഡി സതീശനെ ഇങ്ങനെ മാറ്റി നിർത്തിയതിന്റെ, അല്ലെങ്കിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഇത്തരക്കാർ തലപൊക്കുന്നത് എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. എന്തായാലും ശശികലയെ പോലുള്ള ചില ആളുകൾ ഇവിടെ ചില ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക്. കേരളം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരിക്കും, മുസ്ലിം ലീഗ് ഭരിക്കും. ശശികല ഈ ഭരണകർത്താക്കൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ടി വരും ഇവിടെ. വേറെ അതിലപ്പുറം ചില ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ശശികലക്കുണ്ട് എന്ന കാര്യം അറിയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, അതൊന്നും ഒരു പ്രയോജനവും അതുകൊണ്ടൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം ശശികലയെയും ബന്ധപ്പെട്ടവരെയും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.